ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായം ഭീഷ്മസ്തുതി എന്ന സവിശേഷമായ സ്തവനം കൊണ്ട് പ്രസിദ്ധമാണ്. അതിലെ 34 ശ്ലോകങ്ങളാണ് നമ്മൾ വിചാരം ചെയ്തത്. ഇന്ന് 35-ാമത്തെ ശ്ലോകം നോക്കാം. സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണാഹൃതവതി പാർത്ഥസഖേരതിർമമാസ്തു. സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണാഹൃതവതി പാർത്ഥസഖേരതിർമമാസ്തു. ശ്ലോകത്തിന്റെ പദച്ഛേദം ചെയ്യാം. സപതി സഖിവചഃ നിശമ്യ മധ്യേ നിജപരയോഃ ബലയോഃ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുഃ അക്ഷ്ണാ ഹൃതവതി പാർത്ഥസഖേ രതിഃ മമ അസ്തു. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണാഹൃതവതി പാർത്ഥസഖേരതിർമമാസ്തു. ശ്ലോകത്തിന്റെ അന്വയം ഇങ്ങനെയാണ്. സപതി സഖിവചഃ നിശമ്യ നിജപരയോഃ ബലയോഃ മധ്യേ രഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുഃ അക്ഷ്ണാഹൃതവതി പാർത്ഥസഖേ മമ രതിഃ അസ്തു. ഇവിടെ ഭീഷ്മര് ഭഗവാന്റെ പാർത്ഥസാരഥിയെ വർണ്ണിക്കുകയാണ്. 34-ാമത്തെ ശ്ലോകത്തിലും ഭഗവാന്റെ ആ പാർത്ഥസാരഥിയായിട്ടുള്ള രൂപത്തെയാണ് അദ്ദേഹം വിചാരം ചെയ്തത്. ഇവിടെ ഭഗവാൻ പാർത്ഥസാരഥിയായിരുന്നു കൊണ്ട് അർജുനന് എന്ത് ഉപകാരം ചെയ്തു എന്ന കാര്യം പറയുന്നു. സപതി എന്ന് വെച്ചാൽ ഉടനെ, പെട്ടെന്ന് എന്നൊക്കെയാണ്. സഖിവചഃ നിശമ്യ, സഖിവചസ് എന്ന് വെച്ചാൽ സഖിയുടെ, സുഹൃത്തിന്റെ വാക്ക്, നിശമ്യ കേട്ടിട്ട്, നിജപരയോഃ ബലയോഃ മധ്യേ രഥം നിവേശ്യ സ്ഥിതവതി. നിജപരയോഃ തൻ്റെയും അന്യന്റെയും, തൻ്റെയും പരന്റെ ശത്രുവിൻ്റെയും എന്നർത്ഥം. ബലയോഃ സൈന്യങ്ങൾക്ക്, മധ്യേ രഥം നിവേശ്യ മധ്യത്തിൽ രഥം നിവേശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ എത്തിച്ചിട്ട്, സ്ഥിതവതി നിൽക്കുന്നവനായിട്ട്, പരസൈനികായുഃ അന്യന്റെ അല്ലെങ്കിൽ ശത്രു സൈന്യത്തിന്റെ ആയുസ്സിനെ, അക്ഷ്ണാഹൃതവതി കണ്ണുകൊണ്ട് അപഹരിച്ച, പാർത്ഥസഖേ പാർത്ഥന്റെ സുഹൃത്തിൽ, മമ രതിഃ അസ്തു എൻ്റെ പ്രേമം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ സഖിവചസ് എന്ന് പറഞ്ഞത് അർജുനൻ ഭഗവാനോട് പറഞ്ഞ വാക്യമാണ്. ഭഗവത്ഗീതയുടെ ആദ്യ ഭാഗത്ത് ഭഗവാനോട് അർജുനൻ പറയുന്നത്, സേനയോരഭയോർ മധ്യേ രഥം സ്ഥാപയാമേ അച്യുത. ഹേ അച്യുത, 2 സൈന്യത്തിൻ്റെ മധ്യത്തിൽ എൻ്റെ രഥം കൊണ്ടു നിർത്തൂ എന്ന് അർജുനൻ പറഞ്ഞു. അത് കേട്ടിട്ട് നിശമ്യ അദ്ദേഹം എന്ത് ചെയ്തു? നിജപരയോഃ ബലയോഃ മധ്യേ രഥം നിവേശ്യ സ്ഥിതവതി. തൻ്റെയും ശത്രുവിൻ്റെയും സൈന്യങ്ങൾക്ക് മധ്യത്തിൽ രഥത്തെ സന്നിവേശിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കൊണ്ട് നിർത്തിയിട്ട് നിൽക്കുന്നവനും, വെറുതെ നിൽക്കുകയായിരുന്നില്ല ഭഗവാൻ. പരസൈനിക ആയുഹു പരസൈന്യത്തിൻ്റെ, ശത്രു സൈന്യത്തിൻ്റെ ആയുസ് അക്ഷ്ണ കണ്ണുകൊണ്ട് അപഹരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ എങ്ങനെയാണ് ഭഗവാൻ കണ്ണുകൊണ്ട് ശത്രു സൈന്യത്തിൻ്റെ ആയുസ് അപഹരിച്ചത് എന്നാണെങ്കിൽ, അർജുനനോട് അസൗ ദ്രോണ അസൗ ഭീഷ്മ അസൗ കർണ ഇത് തത് പ്രദർശനവ്യാജേന ദൃഷ്ട്യാ ഏവ സർവേഷാം ആയുഃ ആകൃഷ്യ
എന്നാണ് ശ്രീധരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. ഇത് ദ്രോണര്, ഇത് ഭീഷ്മര്, ഇത് കർണൻ, ഇത് അശ്വത്ഥമാവ്, ഇങ്ങനെ ഓരോരോ പ്രധാന സൈനികരെയും കാണിച്ചു കൊടുക്കുകയാണ് അർജുനൻ. വെറുതെ കാണിച്ചു കൊടുക്കുകയായിരുന്നില്ല, അവരുടെ നേരെ ഭഗവാൻ നോക്കിയപ്പോൾ കണ്ണുകൊണ്ട് അവരുടെ ആയുസ്സിനെ ഭഗവാൻ അപഹരിച്ചു. അർജുനന് ഭഗവാൻ സഹായം ചെയ്തു എന്നർത്ഥം. ഭഗവാന്റെ ഈ ഒരു ദിവ്യമായ സഹായം കൊണ്ടാണ് അർജുനന് യുദ്ധം ജയിക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. തൻ്റെ സുഹൃത്തായ അർജുനന് സഹായം ചെയ്യണം, ഭഗവാനും ഈ ശത്രുക്കളെ, ഈ ദുഷ്ടപരീക്ഷകളെ മുഴുവനായി കൊന്നൊടുക്കണം എന്ന് വ്യക്തമായി ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ യുദ്ധം ചെയ്യുന്നതിന് പകരം അർജുനനെ കൊണ്ട്, പ്രധാനമായിട്ടും പാണ്ഡവരെ കൊണ്ടും യുദ്ധം ചെയ്തിട്ട് രണ്ട് പക്ഷത്തുമുള്ള സൈന്യങ്ങളെ, മറുപക്ഷത്ത് ഭഗവാന്റെ തന്നെ ആളായിട്ടുള്ള ഭീഷ്മർ മുതലായിട്ടുള്ള ആളുകളുണ്ട്. ഭീഷ്മര്, ദ്രോണര്, കർവര് ഒക്കെ തന്നെ ഭഗവാന്റെ ഇച്ഛ എന്താണ് എന്ന് മനസ്സിലാക്കി ശത്രുപക്ഷത്ത് നിൽക്കുകയും പാണ്ഡവപക്ഷത്തുള്ള സൈന്യങ്ങളെ, ലക്ഷോപലക്ഷം സൈന്യങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്തു. അപ്പൊ ആ രണ്ട് പക്ഷത്തും ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ തന്നെ വിനാശമാണ് ഭഗവാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന്റെ പക്ഷത്ത് നിൽക്കുകയും ധർമ്മപക്ഷത്ത് നിൽക്കുകയും ഭീഷ്മദ്രോണ കൃപാദികളൊക്കെ തന്നെ മറുപക്ഷത്ത് നിൽക്കാൻ ഭഗവാൻ തന്നെ ഒരു ഉൾപ്രേരണ നൽകി എന്ന് മഹാഭാരതവും ഭാഗവതവും ഒന്നും അത് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭീഷ്മദ്രോണാദികളെ മഹാപുരുഷന്മാരായിട്ടാണ് വ്യാസൻ എല്ലായിടത്തും വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ധർമ്മപക്ഷത്ത് നിൽക്കാതെ അധർമ്മപക്ഷത്ത് നിൽക്കാനുള്ള കാരണം രണ്ട് പക്ഷത്തുമുള്ള സൈന്യങ്ങൾക്ക് നാശമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ അർജുനന്റെ സാരഥിയായിട്ടിരിക്കുകയും അർജുനന് ശത്രുക്കളെ വധിക്കാനുള്ള സഹായം ചെയ്യുകയും ചെയ്തു. കർണന്റെ ദിവ്യാസ്ത്രം, നാഗാസ്ത്രം അദ്ദേഹത്തിന് കണ്ണന് നേരെ വരുന്ന സമയത്ത് കണ്ണന് നേരെ അസ്ത്രം അയക്കരുത് എന്നുള്ള നിയമത്തെ തെറ്റിച്ചുകൊണ്ടാണ് കർണൻ അത് അയച്ചത്. അത്തരമൊരു ബാണത്തെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ രഥത്തെ താഴ്ത്തിയിട്ട് അർജുനന്റെ കണ്ണിലത് കൊള്ളാതെ അർജുനന്റെ കിരീടത്തിൽ മാത്രം കൊള്ളുന്ന രീതിയിൽ രക്ഷിച്ചു. നിരവധി ദിവ്യാസ്ത്രങ്ങളിൽ നിന്നും അർജുനനെ രക്ഷിച്ചു. നാരായണാസ്ത്രം, അശ്വത്ഥമാവിൻ്റെ നാരായണാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചു. ഇങ്ങനെയൊക്കെ മഹാഭാരതത്തിൽ നിരവധി സംഭവങ്ങൾ ഭഗവാൻ അർജുനന് ചെയ്ത സഹായം ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൽ ഉദ്ദേശിച്ചത്. ഭഗവാൻ കാണിച്ച കാരുണ്യം അത് ഭീഷ്മർക്ക് മനസ്സിലായി എന്നാണ് ഇവിടെ നമ്മൾ അറിയേണ്ടത്. ഇനി നമുക്ക് 36-ാമത്തെ ശ്ലോകം നോക്കാം. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതി മഹരദാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതി മഹരദാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു. ശ്ലോകത്തിന്റെ പദച്ഛേദം ചെയ്യാം. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതിം അഹരത് ആത്മവിദ്യയാ യഹ ചരണരതി പരമസ്യ തസ്യ മേ അസ്തു. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാത് വിമുഖസ്യ ദോഷബുദ്ധ്യ കുമതി മഹരദാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു. ശ്ലോകത്തിന്റെ അന്വയം ഇങ്ങനെയാണ്. വ്യവഹിത പ്രതനാമുഖം നിരീക്ഷ്യ ദോഷബുദ്ധ്യ സ്വജനവധാത് വിമുഖസ്യ കുമതിം ആത്മവിദ്യയാ യഹ അഹരത് പരമസ്യ തസ്യ ചരണരതി മേ അസ്തു. വ്യവഹിത പ്രതനാമുഖം, പ്രതന എന്ന് വെച്ചാൽ സൈന്യം, വ്യവഹിത പ്രതനാമുഖം എന്ന് വെച്ചാൽ ദൂരെ നിൽക്കുന്ന ആ സൈന്യത്തിൻ്റെ മുഖം, സേനാമുഖം, സൈന്യത്തിൻ്റെ മുൻഭാഗം നിരീക്ഷിച്ചിട്ട്, കണ്ടിട്ട്, നോക്കിയിട്ട്, ദോഷബുദ്ധ്യ സ്വജനവധാത് വിമുഖസ്യ, ദോഷബുദ്ധി കൊണ്ട്, പാപഭീതി കൊണ്ട് സ്വജനങ്ങളുടെ വധത്തിൽ നിന്നും ഉള്ള ഭയം വന്നിട്ട്, അല്ലെങ്കിൽ സ്വജനങ്ങളെ, സ്വന്തം ആളുകളെ വധിക്കുന്നതിൽ നിന്നും വിമുഖനായി തീർന്നവൻ്റെ
അതായത് അർജുനന്റെ കുമതിം, ദുർബുദ്ധി. കുമതി എന്ന് വെച്ചാൽ ഇവിടെ അഹം ഹന്തേതി ആദി എന്നാണ്. ഞാൻ കൊല്ലുന്നു, ഞാൻ മരിക്കുന്നു, ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള കർത്തൃത്വ ബുദ്ധിയാണ് ഇവിടെ കുമതി, ദുർബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കുമതിയെ, ദുർബുദ്ധിയെ ആത്മവിദ്യയാ യഹ അഹരത്, ആത്മവിദ്യ കൊണ്ട് ആരാണോ അപഹരിച്ചത്, ഇല്ലാതെയാക്കിയത്, പരമസ്യ തസ്യ, പരമപുരുഷനായ പരമനായിരിക്കുന്ന അവൻ്റെ, അദ്ദേഹത്തിൻ്റെ ചരണരതി, പാദങ്ങളിലുള്ള പ്രേമം, ഭക്തി, മേ അസ്തു, എനിക്കുണ്ടാകട്ടെ എന്നാണ് ഭീഷ്മർ പറയുന്നത്. അപ്പോൾ ഇവിടെ ദൂരെ നിൽക്കുന്ന ശത്രു സൈന്യത്തിൻ്റെ ആ മുൻഭാഗം തന്നെ കണ്ടിട്ട് നോക്കിയിട്ട് അർജുനന്റെ ഉള്ളിൽ ഒരു ദോഷബുദ്ധി ഉണ്ടായി. എന്താണ് ദോഷബുദ്ധി? സ്വജനങ്ങളെ വധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പാപമുണ്ടാകും. സ്വജനം ഹി കഥം കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ പറയുന്ന വിലാപം അർജുന വിഷാദ യോഗത്തിൽ വിശദമായിട്ട് പറയുന്നു. ന കാക്ഷേ വിജയം കൃഷ്ണ നച രാജ്യം സുഖാനിച്ച കിന്നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈഹി ജീവിതേന വാ. സ്വജനങ്ങളെ കൊന്നിട്ട് അല്ലയോ ഭഗവാനെ, എനിക്ക് രാജ്യസുഖം നേടിയിട്ട് എന്ത് കാര്യം? അവരുടെ കൂടെ ഇരുന്ന് കൊണ്ട് രാജ്യം അനുഭവിക്കുമ്പോഴല്ലേ സുഖമുണ്ടാകുന്നത്? ശത്രുക്കൾ, തൻ്റെ ബന്ധുക്കളെയൊക്കെ തന്നെ കൊന്നുകളഞ്ഞിട്ട് കിട്ടുന്ന, അവരുടെ രക്തത്തിൽ കുതിർന്ന ഒരു രാജ്യാധികാരം കൊണ്ട് എനിക്ക് എന്താണ് സുഖം ഉണ്ടാവുക? അപ്പോൾ ഇവിടെ അർജുനന്റെ ഉള്ളിൽ വന്നു ചേർന്ന ഒരു ഭാവം എന്ന് പറയുന്നത്, ഇവരൊക്കെ എൻ്റെ സ്വജനങ്ങളാണ്, അതുകൊണ്ട് കൊല്ലരുത്. സ്വജനങ്ങളെ കൊന്നാൽ തൻ്റെ കുലത്തിന് നാശമുണ്ടാകും. കുലക്ഷയെ പ്രണശ്യന്തി കുലധർമാഹ സനാതനാഹ. കുലം നശിച്ചാൽ കുലധർമ്മങ്ങൾ നശിക്കും. കുലധർമ്മം നശിച്ചാൽ അവിടെ സ്ത്രീകൾ ദുഷിച്ചു പോകും. സ്ത്രീകൾ ദുഷിച്ചു കഴിഞ്ഞാൽ വർണ്ണസങ്കരം ഉണ്ടാകും. വർണ്ണസങ്കരം കൊണ്ട് ആ കുലത്തിലുള്ള ആളുകളും പൂർവികന്മാരായ ആളുകളും നരകത്തിൽ ചെന്ന് പതിക്കും എന്നൊക്കെയുള്ള ധർമ്മശാസ്ത്രങ്ങളുടെ വാക്യങ്ങളെയാണ് അർജുനൻ സ്മരിച്ചത്. അതുകൊണ്ട് ഇവരെ കൊല്ലുന്നത് കൊണ്ട് എനിക്ക് പാപമുണ്ടാകും, എൻ്റെ കുലത്തിനും പാപമുണ്ടാകും എന്ന് അദ്ദേഹം ചിന്തിച്ചു. വാസ്തവത്തിൽ താൻ കൊല്ലുന്നു എന്നുള്ള ചിന്ത കൊണ്ടാണ്. അതാണ് കുമതി അല്ലെങ്കിൽ ദുർബുദ്ധി എന്ന് പറയുന്നത്. അഹം ഹന്ത ഇതി, ഞാൻ കൊല്ലുന്നു, കർത്തൃത്വ ബുദ്ധിയാണ്. ഞാൻ കർമ്മം ചെയ്യുന്നു എന്ന ബോധം. ഞാൻ കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ഫലവും ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ കുലനാശം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ദുഃഖം എനിക്കുണ്ടാകുന്നു, എനിക്ക് നരകവാസം ഉണ്ടാകുന്നു. അത് ഭോക്തൃത്വ ഭാവം. കർത്തൃത്വം, ഭോക്തൃത്വം, ഈ രണ്ട് അഹന്തകളാണ് കർമ്മം ചെയ്യുമ്പോൾ കർമ്മബന്ധനം കൊണ്ട് നമുക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ആ ഒരു കർത്തൃത്വ ബുദ്ധി ഇവിടെ ആവശ്യമില്ല. കാരണം നായം ഹന്തി ന ഹന്യതേ, ഇതൊക്കെ ആത്മാക്കളാണ്. കേവലം ശരീരത്തെ മാത്രമേ കൊല്ലാൻ സാധിക്കുകയുള്ളൂ, ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മാവ് നിത്യനാണ്, സത്യവസ്തുവാണ്, ശാശ്വതമാണ്, പുരാണനാണ്. അതുകൊണ്ട് ആ ആത്മാവിനെ ആർക്കും കൊല്ലാൻ സാധിക്കുകയില്ല, ആത്മാവ് ആരെയും കൊല്ലുകയുമില്ല എന്നുള്ളതാണ് ഭഗവാൻ ഗീതയിലൂടെ അർജുനന് പറഞ്ഞു കൊടുത്തതായ ആത്മവിദ്യ. ആ ആത്മവിദ്യ കൊണ്ട് അർജുനന്റെ ഈ കുമതിയെ, ആ ദുർബുദ്ധിയെ, ആ കുൽസിതമായ ബുദ്ധിയെ അഹരത്, ഭഗവാൻ ഹരിച്ചു കളഞ്ഞു, ഇല്ലാതാക്കി. അങ്ങനെയുള്ള ഭഗവാന്റെ ആ പരമപുരുഷനായ ഭഗവാന്റെ പാദങ്ങളിൽ എനിക്ക് രതി ഉണ്ടാകണം എന്നാണ് ഇവിടെ ഭീഷ്മരെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ അർജുനന്റെ കുമതി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അർജുനനെ വല്ലാതെ കുറ്റപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് ഭഗവത്ഗീത വ്യാഖ്യാനം ചെയ്യുന്ന പ്രഭാഷകന്മാർ, ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ തന്നെ ഭഗവത്ഗീതയുടെ മഹാത്മ്യം പറയുമ്പോൾ അർജുനൻ ഒരു ഭീരുവാണ്, ക്ലീബനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് അർജുനനെ പരമാവധി തരം താഴ്ത്തി സംസാരിക്കാറുണ്ട്. വാസ്തവത്തിൽ അത് ശരിയല്ല. അർജുനന്റെ ഉള്ളിലുണ്ടായ കൃപയാ പരയാവിഷ്ട വിഷീദന്യതം അബ്രവീത്, പരമമായ കൃപയാണ് അദ്ദേഹത്തിനുണ്ടായത്. സ്വജനങ്ങളോട് കൃപ, അതൊരു തെറ്റായ കാര്യമല്ല, അധർമ്മമല്ല. അത് ക്ലീബന്മാർക്ക്, ആണും പെണ്ണും കെട്ടവർക്ക് ഉണ്ടാകുന്നതല്ല. എങ്കിലും ഭഗവാൻ അർജുനനോട് പറയുമ്പോൾ കുറച്ച് കടുത്ത വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്ലൈബ്യം മാസ്മകം അപ്പാസ എന്ന് പറഞ്ഞു എന്നല്ലാതെ അർജുനൻ ക്ലീബനാണ് എന്ന് ഒരിക്കലും ഭഗവാന് പക്ഷമില്ല. അർജുനന്റെ മഹത് ഗുണങ്ങളെ അറിഞ്ഞു തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ തേര് തെളിക്കാൻ വേണ്ടി. അർജുനനാണ് ആ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ നായകനെന്നും അർജുനനാണ് ആ യുദ്ധം ജയിക്കേണ്ടത് എന്നും കൃഷ്ണന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു, ഭഗവാന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ പാർത്ഥസാരഥിയായത്. യുധിഷ്ഠിരന്റെ സാരഥിയായിട്ടോ ഭീമസേനന്റെ സാരഥിയായിട്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സാരഥിയായിട്ടോ ഇരിക്കാൻ ഭഗവാൻ തയ്യാറായിട്ടില്ല. അർജുനന്റെ ജയം എന്നാണ് ഭഗവാൻ എന്നും സങ്കല്പിച്ചിരുന്നത്. അതുകൊണ്ട് അർജുനനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അർജുനനെ ഒരു ഭീരുവായിട്ട് കാണുന്നത് ശരിയല്ല. പക്ഷെ അദ്ദേഹത്തിന് തൻ്റെ
ബന്ധുജനങ്ങളോട് അങ്ങേയറ്റം സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മഹാഭാരതം തന്നെ പറയുന്നു, ഈ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട് അർജുനന് സാധിക്കായകയല്ല, പക്ഷേ അർജുനന് ഭീഷ്മരോട് കടുത്ത യുദ്ധം ചെയ്യാൻ മടിയായിരുന്നു. ഭീഷ്മരെ കൊല്ലാൻ വേണ്ടി വീണ്ടും വീണ്ടും അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അർജുനൻ ഭീഷ്മര് കൂർത്തമൂർത്ത ശരങ്ങളെ കൊണ്ട് അർജുനന്റെ ശരീരം മുറിവേൽപ്പിക്കുന്നു, ശ്രീകൃഷ്ണന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നു, അവരുടെ കുതിരകളെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. അതുപോലെ അനേകം വീരയോദ്ധാക്കളെ അദ്ദേഹം കൊല്ലുകയും ചെയ്തു, സൈന്യങ്ങളെ. അതിൽ ദിവ്യാസ്ത്രങ്ങൾ അറിയാത്ത ആളുകളും പോലുമുണ്ട്. അങ്ങനെ പാണ്ഡവ സൈന്യത്തെ ലക്ഷോപലക്ഷം സൈന്യങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരമായ യുദ്ധകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭീഷ്മരെ എങ്ങനെയെങ്കിലും വകവരുത്തിയില്ലെങ്കിൽ യുദ്ധം ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, അർജുന, നീ ഈ മൃദു യുദ്ധം ചെയ്യരുത്, മൃദുയുദ്ധം ഒഴിവാക്കി നീ കൊല്ലൂ ഭീഷ്മരെ എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ അർജുനന് അത് സാധിച്ചില്ല. അദ്ദേഹം ഭീഷ്മര് തന്നെ കൊല്ലാനുള്ള ഉപായം പറഞ്ഞു കൊടുത്ത ശേഷവും, അതായത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ പിന്തിരിഞ്ഞു കൊള്ളാം, അപ്പോൾ അർജുനൻ എന്നെ കൊല്ലട്ടെ, അർജുനനോ കൃഷ്ണനോ മാത്രമേ തൻ്റെ ശരങ്ങളെ കൊണ്ട് എന്നെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. ഞാൻ യുദ്ധത്തിൽ ആയുധം താഴെ വെച്ചാൽ പോലും എന്നെ കൊല്ലണമെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ അർജുനൻ, ഈ രണ്ടു പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അർജുനൻ ആ സമയത്ത് എൻ്റെ നേരെ അമ്പ് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അയച്ചു. പാണ്ഡവന്മാരെയും കൃഷ്ണനെയും തിരിച്ചയച്ചു. അതിനുശേഷവും അർജുനന് ശങ്കയുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് എൻ്റെ പിതാമഹന്റെ മേലെ അമ്പ ചെയ്യുക. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്ന ഭീഷ്മരെ തന്നോട് കാണിച്ച സ്നേഹം, ബാല്യകാലത്ത് കാണിച്ച സ്നേഹത്തെ അദ്ദേഹം വിവരിക്കുന്നു. ക്രീഡതാഹി മയാ ബാല്യേ വസുദേവ മഹാമനാഹ പാംസരൂഷിത ഗാത്രേണ മഹാത്മാ പരുഷീകൃത. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ബാല്യകാലത്ത് ഞാൻ മണ്ണിൽ ഓടിക്കളിച്ച് ശരീരമാകെ മണ്ണ് പുരണ്ട് എൻ്റെ മുത്തച്ഛനായ ഭീഷ്മർ ഒരിടത്ത് ഇരിക്കുന്ന കണ്ടിട്ട് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ മടിയിൽ കയറി ഇരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാകെ ഞാൻ അഴുക്ക് പറ്റിക്കും. ആ മഹാത്മാവിനെ ഞാൻ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അഴുക്ക് പുരണ്ടിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, യസ്യാഹം അധിരുഹ്യാംഗം ബാലക്കില ഗതാഗ്രജ, അല്ലയോ ഗതാഗ്രജ, അല്ലയോ ശ്രീകൃഷ്ണ, അല്ലയോ വാസുദേവ, ഞാൻ അദ്ദേഹത്തിൻ്റെ മടിയിൽ ചാടിക്കയറി ഇരുന്ന് താതേത്യവോചം പിതരം പിതു പാണ്ഡവോർ മഹാത്മന, പാണ്ഡവ് എന്ന എൻ്റെ അച്ഛൻ്റെയും അച്ഛനായിട്ടുള്ള ആ ഭീഷ്മരെ ഞാൻ താത, അച്ഛ അച്ഛ എന്നിങ്ങനെ വിളിച്ചു. കാരണം ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. ചെറിയ പ്രായത്തിൽ ഹിമാലയത്തിൻ്റെ മലഞ്ചരിവിലാണ് കുന്തിദേവി എന്നെ പ്രസവിച്ചത്. വളരെ ചെറിയ കാലം മാത്രമേ അച്ഛന് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പാണ്ഡു എന്ന ആ മഹാത്മാവ് മരിച്ചുപോയി. വാസ്തവത്തിൽ അർജുനനും പാണ്ഡവന്മാരും അച്ഛനില്ലാതെയാണ് വളർന്നത്. അത് നമ്മൾ മഹാഭാരതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കർണനെയാണ് നമ്മൾ അനാഥനായിട്ട് കാണാറ്, പക്ഷെ കർണൻ ഒരിക്കലും അനാഥനായിരുന്നില്ല. പെറ്റമ്മ ഉപേക്ഷിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ രാധ ആ കർണനെ വളർത്തുകയും രാധ ഈ കർണന് മുലയൂട്ടിയിട്ട് വളർത്തുകയും ചെയ്തു. കർണനെ, ആ കുഞ്ഞിനെ കണ്ട ഉടനെ രാധയുടെ സ്ഥാനത്തിൽ നിന്നും മുലപ്പാൽ ചുരന്നു വന്നു എന്ന് വ്യാസൻ പറയുന്നു. അങ്ങനെ മുലയൂട്ടി വളർത്തി. അച്ഛനും ഉണ്ടായിരുന്നു, വളർത്തച്ഛനും വളർത്തമ്മയും ഉണ്ടായിരുന്നു. അത് ശരിയായ അമ്മയാണോ അച്ഛനാണോ എന്നൊന്നും ഒരു കുഞ്ഞിന് അറിയേണ്ട കാര്യമില്ല. അവരുടെ സ്നേഹവും ലാളനയും വേണ്ടത്ര അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ പാണ്ഡവന്മാർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. ഏകദേശം പ്രായമായി ഒരു ഉപനയനമൊക്കെ ചെയ്ത ശേഷമാണ് അവർ ഹസ്തനപുരിയിലേക്ക് മടങ്ങി വന്ന് ഭീഷ്മരുടെ സംരക്ഷണത്തിൽ കഴിയുന്നത്. ആ ഭീഷ്മരാണ് തൻ്റെ അച്ഛൻ എന്ന് നിഷ്കളങ്കനായ അർജുനൻ കരുതി അച്ഛ എന്ന് വിളിച്ചപ്പോൾ ആ ഭീഷ്മർ സ്നേഹമസരണമായി അദ്ദേഹത്തെ തലോടിക്കൊണ്ട് പറഞ്ഞു, നാഹം താതസ്തവ പിതു താതോസ്മി തവ ഭാരത ഇതിമാം അബ്രവീത് ബാല്യേ യസ്സവധ്യ കഥം മയാ. മോനെ, ഞാൻ നിന്റെ അച്ഛനല്ല, നിന്റെ അച്ഛൻ്റെ അച്ഛനാകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്ന ആ ഭീഷ്മ പിതാമഹനെ, എൻ്റെ മുത്തച്ഛനെ, എന്നെ ലാളിച്ച, എന്നെ പോറ്റി വളർത്തിയ, എന്നെ സ്നേഹിച്ച, എന്നെ ഇന്നും സ്നേഹത്തോടെ മാത്രം നോക്കിയിട്ടുള്ള ആ ഭീഷ്മ പിതാമഹനെ ഞാൻ എങ്ങനെയാണ് അല്ലയോ ഭഗവാനെ വധിക്കുക എന്ന് അർജുനൻ വീണ്ടും വീണ്ടും പറയുന്നു. അങ്ങനെ ഭീഷ്മരോടും ദ്രോണരോടും തൻ്റെ ഗുരുവായ ദ്രോണരോടും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സ്നേഹവും അതുപോലെ ആദരവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ യുദ്ധം ചെയ്യുമ്പോൾ വലിയ ശങ്കയുണ്ടായത്. ആ ശങ്ക മാറ്റിക്കൊടുക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതോപദേശം നൽകി, ഭഗവത്ഗീത ഉപദേശം നൽകി. ആ ഗീതോപദേശത്തിന് ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇത് താൻ ചെയ്യേണ്ട കർമ്മമാണ് എന്ന്
അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. കാരണം ഈ ഭീഷ്മാദികളൊക്കെ തന്നെ ആരാണ്? അവർക്ക് ആതതായികളാണ്, കൊല്ലപ്പെടേണ്ടവരാണ്, ഭീകരന്മാരാണ്. അതുകൊണ്ട് അവരെ കൊല്ലുക തന്നെ ചെയ്യണം എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായത് ഭഗവാന്റെ ഉപദേശം കൊണ്ടാണ് എന്ന് നമുക്ക് മഹാഭാരതത്തിലൂടെ വായിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഭഗവത്ഗീതാപദേശം ഭഗവാൻ അർജുനന് നൽകി എന്ന കാര്യമാണ് ഇവിടെ ഭീഷ്മർ അനുസ്മരിക്കുന്നത്. അടുത്ത ശ്ലോകത്തില് സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തുമപപ്ലുതോ ധൃതരഥചരണോഭയാച്ചലദ്ഗുരുഹരിവഹന്തുമിഭം ഗതോത്തരീയ. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തുമപപ്ലുതോ ധൃതരഥചരണോഭയാച്ചലദ്ഗുരുഹരിവഹന്തുമിഭം ഗതോത്തരീയ. പദച്ഛേദം ചെയ്യാം. സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാം ഋതം അധികർത്തും അവപ്ലുതഃ രഥസ്ഥഃ ധൃതരഥചരണഃ അഭ്യയാത് ചലദ്ഗുഃ ഹരിഃ ഇവ ഹന്തും ഇഭം ഗതോത്തരീയഃ. ഇതാണ് പദച്ഛേദം. ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭയാച്ചലദ്ഗുരുഹരിവഹന്തുമിഭം ഗതോത്തരീയ. ആ ശ്ലോകത്തിന്റെ അന്വയം: സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാം ഋതം അധികർത്തും രഥസ്ഥഃ അവപ്ലുതഃ ധൃതരഥചരണഃ ചലദ്ഗുഃ ഗതോത്തരീയഃ ഇഭം ഹന്തും ഹരിഃ ഇവ അഭ്യയാത്. ഇവിടെ ഭീഷ്മർ പറയുന്നത്, യുദ്ധഭൂമിയിൽ വെച്ച് കുരുക്ഷേത്ര യുദ്ധത്തിൽ 10 ദിവസമാണ് ഭീഷ്മർ യുദ്ധം ചെയ്തത്. അതിൽ 9ാമത്തെ ദിവസം ആണെന്നാണ് ഓർമ്മ. ഭീഷ്മപിതാമഹൻ അതിഘോരമായ രീതിയിൽ യുദ്ധം ചെയ്ത് പാണ്ഡവന്മാരുടെ സൈന്യത്തെ മുച്ചൂട് നശിപ്പിക്കുന്ന സമയത്ത് അർജുനനാണെങ്കിൽ തൻ്റെ പിതാമഹനോട് മൃദുയുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ അത് സഹിച്ചില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? വാസുദേവസ്തു സംപ്രേക്ഷ്യ പാർത്ഥസ്യ മൃദുയുദ്ധതാം ഭീഷ്മം ച ശരവർഷാണി സ്വജന്തമനിശം യുധി എന്ന് മഹാഭാരതം പറയുന്നു. വാസുദേവൻ ശ്രീകൃഷ്ണ ഭഗവാൻ പാർത്ഥന്റെ, അർജുനന്റെ മൃദുയുദ്ധത കണ്ടിട്ട് വളരെ മെല്ലെ വേദനിക്കാത്ത രീതിയിൽ ഭീഷ്മരുടെ നേരെ ശരം എയ്യുക. ഭീഷ്മരാണെങ്കിൽ ശരവർഷം അവർക്ക് നേരെ മുറിവേൽപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ തന്നെ പലതവണ ഈ ഭീഷ്മരുടെ അമ്പേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുതിരകളെ, തൻ്റെ ആ രഥത്തെ പല രീതിയിൽ വെട്ടിച്ചുകൊണ്ട് ഓടിച്ചു എന്നാണ്. അമ്പ് മുഴുവൻ അർജുനന്റെ മേലെ ഏറ്റിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. പക്ഷെ സമർത്ഥമായി രഥം ഓടിച്ചുകൊണ്ടും ഭഗവാനാണ് രക്ഷിക്കുന്നത്. അർജുനൻ ഭീഷ്മർക്ക് നേരെ അത്ര ശക്തമായ യുദ്ധം ചെയ്യുന്നില്ല. അത് കണ്ടിട്ട് ഭീഷ്മരുടെ രൂപം കാലനെ പോലെ അദ്ദേഹം പാണ്ഡവ സൈന്യത്തിന് മേലെ ചാടി വീഴുന്നു. പ്രതപന്തമിവ ആദിത്യം മധ്യമാസാദ്യ സേനയോഹോ, സൈന്യത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആദിത്യനെ പോലെ ജ്വലിച്ചുകൊണ്ട് വരാൻ വിനിഘ്നന്തം പാണ്ഡപുത്രസ്യ സൈനികാൻ, പാണ്ഡവന്മാരുടെ സൈനികരെ, അതിൽ ഏറ്റവും ഉത്തമന്മാരായ ശ്രേഷ്ഠന്മാരായ യോദ്ധാക്കളെ പോലും നിരന്തരമായി കൊന്നുകൊണ്ട് യുഗാന്തമിവ കുർവാണം ഭീഷ്മം യൗസിഷ്ഠിരേ ബലേ, യുധിഷ്ഠിര സൈന്യത്തിൽ യുഗാന്തം പോലെ, യുഗത്തിന്റെ അവസാനം ഉണ്ടാകുന്ന പ്രളയാഗ്നി, കാലാഗ്നി പോലെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഭീഷ്മരെ ഭഗവാൻ കണ്ടു. അത് കണ്ട് ഭീഷ്മരോടുള്ള ക്രോധത്തോടു കൂടിയിട്ട് അർജുനൻ മൃദുയുദ്ധം ചെയ്യുന്നതിൻ്റെ പ്രതിഷേധമായിട്ടും എങ്കിൽ താൻ തന്നെ ഭീഷ്മരെ കൊന്നുകളയാം എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അതാണ് മഹാഭാരതത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭഗവാന്റെ ഈ രഥത്തിൽ നിന്നും അദ്ദേഹം താഴോട്ട് ചാടി വന്നതായ രംഗം. നാമൃഷ്യത മഹാബാഹുർമാധവ പരവീര വാസുദേവസ്തോ യോഗി പ്രചസ്കന്ദ മഹാരഥാത്. ഭഗവാൻ അത് സഹിക്കാൻ സാധിച്ചില്ല.
മഹാബാഹുവായ മാധവൻ, ശത്രുവിനെ കൊല്ലാൻ യാതൊരു മടിയും കാണിക്കാത്ത ഭഗവാൻ, യോഗീശ്വരനായ യോഗിയായ ഭഗവാൻ ആ മഹാരഥത്തിൽ നിന്നും താഴെക്കെടുത്ത് ചാടി. അഭിതുദ്രാവ ഭീഷ്മം ച ഭുജപ്രഹരണോ ബലി പ്രതോദപാണി തേജസ്വി സിംഹവദ്വിനദൻ മോഹോ. ഭീഷ്മരുടെ നേരെ അഭിതുദ്രാവ ചാടി പോവുകയാണ്. ഭുജപ്രഹരണോ ബലി, തൻ്റെ കൈ മുഷ്ടി ചുരുട്ടിയിട്ട് ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി എന്നാണ്. ഒരു കയ്യിൽ എന്തുണ്ടായിരുന്നു? പ്രതോദപാണിഹി തേജസ്വി, തേജസ്വി ആയ ഭഗവാന്റെ കയ്യിൽ ഒരു കയ്യിൽ കുതിരയെ അടിക്കുന്ന ചാട്ടമാരുണ്ടായിരുന്നു. സിംഹവത് വിനദൻ മുഹു, സിംഹത്തെ പോലെ പലതവണ ഭഗവാൻ ഉറക്കെ ഗർജനം ചെയ്തു. അത് കണ്ട് ആ കൗരവ സൈന്യം പേടിച്ചരണ്ടുപോയി എന്നാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ ഭീഷ്മരുടെ കഥ കഴിയും എന്ന് അവർ പറഞ്ഞു. ദാരേന്നിവ പദ്ഭ്യാം സ ജഗതീം ജഗതീശ്വര ക്രോധതാമ്രേക്ഷണ കൃഷ്ണോ ജിഘം സുരമിതദ്യുതി. ക്രോധത്തോടുകൂടി ചുവന്ന കണ്ണുമായിട്ട് ഭൂമിയെ പ്രകമ്പനം ചെയ്യിപ്പിച്ചുകൊണ്ട്, ഭൂമിയെ പിളർക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഓരോ ചുവട് മുന്നോട്ട് വെച്ചുകൊണ്ട് ഓടിച്ചെന്നത്. ഗ്രസന്തമിവ ചേതാംസി താപകാനം മഹാഹവേ. കൗരവ സൈന്യത്തിന് മുഴുവൻ തേജസ്സിനെ ഗ്രസിക്കുന്ന രീതിയിലുള്ള പ്രഭയായിരുന്നു. ദൃഷ്ട്വാ മാധവോ ആക്രന്തേ ഭീഷ്മായോദ്യതമന്തികേ. അപ്പൊ ഭീഷ്മന്റെ അടുത്തുള്ളതായ സൈന്യങ്ങൾ പറഞ്ഞു, ഹതോ ഭീഷ്മോ ഹതോ ഭീഷ്മസ്തത്ര തത്ര വചോ മഹൽ അശ്രൂയത മഹാരാജ വാസുദേവ ഭജാ തഥാ. കൃഷ്ണനെ ഭയന്നിട്ട് ആ കൗരവ സൈന്യം ഹതോ ഭീഷ്മ ഹതോ ഭീഷ്മ, ഭീഷ്മർ ചത്തു ഭീഷ്മർ ചത്തു എന്നിങ്ങനെ, ഭീഷ്മർ കൊല്ലപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞു. കാരണം ഭഗവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭീഷ്മർ മരിക്കും എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. ഭീഷ്മർ വീണാൽ പിന്നെ കൗരവരുടെ പരാജയവും ഏകദേശം ഉറപ്പാണ് എന്നർത്ഥം. ആ ഭഗവാന്റെ പോക്ക് പീതകൗശേയ സംവേദോ മണിഷ്യമോ ജനാർദ്ദന ശുശുപേ വിദ്രവൻ ഭീഷ്മം വിദ്യുന്മാലീ യഥാംബുധ. ഒരു കാർമേഘം പോലെ, അതുപോലെ ഒരു മണിശ്യാമനായിട്ട് മരതക കല്ലിൻ്റെ വർണ്ണത്തോടു കൂടിയിട്ടും മഞ്ഞപ്പട്ടുടുത്ത ഭഗവാൻ, ആ മരതക പച്ചയും അതുപോലെ ഭഗവാന്റെ മഞ്ഞപ്പട്ടും തമ്മിൽ നല്ല ഒരു കോമ്പിനേഷനാണ് ഇന്നിവിടെ കാണിക്കുന്നത്. മനോഹരമായ ആ രൂപമായിരുന്നു ഭഗവാന്റേത്. പക്ഷേ ഭഗവാന്റെ മുഖത്ത് ആ ക്രോധം ആർക്കും തടക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണ് ഭഗവാൻ എന്ന് കാണിച്ചു. സിംഹ ഇവ മാതംഗം യൂഥവർഷഭ ഇവ ഋഷഭം അഭിതുദ്രാവ വേഗേന വിനതൻ യാതവർഷഭ. ഒരു സിംഹം ആനയെ നേരിടാൻ വേണ്ടി പോകുന്നത് പോലെയാണ് ഭഗവാൻ ഭീഷ്മരുടെ നേരെ ചാടി പുറപ്പെട്ടത്. അങ്ങനെ ഭഗവാൻ തൻ്റെ നേരെ ചാടി വന്നപ്പോൾ ഭീഷ്മർ എന്ത് ചെയ്തു? അസംഭ്രമം രണേ ഭീഷ്മോ വിചകർഷ മഹദ്ധനു. തൻ്റെ വില്ലിൻ്റെ ഞാണ് വലിച്ച് നിവർത്തിക്കൊണ്ട് ഭീഷ്മർ ഒരു ഭയവുമില്ലാതെ ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഏഹി ഏഹി പുണ്ടരീകാക്ഷ ദേവദേവ നമോസ്തുതേ. വരൂ കൃഷ്ണ വരൂ കൃഷ്ണ, അല്ലയോ താമരക്കണ്ണ വരൂ, എൻ്റെ നേരെ വരൂ, എന്നെ യുദ്ധത്തിൽ അങ്ങ് തന്നെ വീഴ്ത്തൂ. ശ്രേയ ഏവ പരം കൃഷ്ണ ലോകേ ഭവതി സർവത. അങ്ങ് എന്നെ കൊല്ലുന്നതിലൂടെ എനിക്കും ശ്രേയസ്സുണ്ടാകും, ഈ ലോകത്തിനും ശ്രേയസ്സുണ്ടാകും. വരൂ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മാറ് കാണിച്ചുകൊണ്ട് ഭീഷ്മർ സംഭ്രമമില്ലാതെ നിന്നു എന്നാണ്. സംഭാവിതോസ്മി ഗോവിന്ദ ത്രയോഗ്യേനാദ്യ സംയുഗേ പ്രഹരസ്വ യഥേഷ്ടം വൈ ദാസോസ്മി തവചാനഘ. അല്ലയോ അനഘ, അല്ലയോ ഭഗവാനെ, ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ത്രൈലോക്യനാഥായ അങ്ങയുടെ കൈകൊണ്ട് ഞാൻ മരിക്കണം. പ്രഹരസ്വ യഥേഷ്ടം, അങ്ങ് ഇഷ്ടം പോലെ എന്നെ പ്രഹരിച്ചോളൂ, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭീഷ്മരെ കണ്ടു. അപ്പോഴേക്കും ഭഗവാന്റെ പുറകെ അർജുനൻ ഓടി വന്നു. അന്യുകേവ തതപ്പാർത്ഥ സമഭിദ്രുത്യ കേശവം നിജിഗ്രാഹ മഹാബാഹുർ ബാഹുഭ്യം പരിഗൃഹ്യ വൈ. ഭഗവാനെ തൻ്റെ കൈകളെ കൊണ്ട് ഭഗവാനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അർജുനൻ ശ്രമിച്ചു. സാധിക്കുമോ? ഭഗവാനെ പിടിച്ചു നിർത്താൻ അർജുനന് പെട്ടെന്ന് സാധിച്ചില്ല. നിഗൃഹ്യമാണ പാർത്ഥേന കൃഷ്ണോ രാജീവലോചന ജഗാമൈവൈനമാദായ വേഗേന പുരുഷോത്തമ. അർജുനനെയും വലിച്ചുകൊണ്ട് ഭഗവാൻ വീണ്ടും മുന്നോട്ട് പോയി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അർജുനൻ ഭഗവാന്റെ കാലിൽ കയറി പിടിച്ചു. പാർത്ഥസ്വവിഷ്ടഭ്യബലാചരണോ പരവീര നിജിഗ്രാഹ ഹൃഷീകേശം കസഞ്ചിത് ദശമേ പദേ. ഭഗവാന്റെ കാലിൽ പിടിച്ചപ്പോൾ ഭഗവാൻ അർജുനനെയും വലിച്ചുകൊണ്ട് 10 അടി വീണ്ടും മുന്നോട്ട് പോയി എന്നാണ്. ഒരാൾ മറ്റൊരാൾ പിടിച്ചു നിർത്തുമ്പോൾ 10 അടി കൊണ്ട് പിടിച്ചു നിർത്തുക എന്നുള്ളത് ആ പിടിച്ചു നിർത്തുന്ന ആളിൻ്റെ ബലം കാണിക്കുന്നതാണ്. ഭാഗവതത്തിലൊക്കെ ഇത് ധാരാളമായിട്ട് നമുക്ക് കാണാം. ദശമപദത്തിലാണ് ആ
ബലരാമനൊക്കെ തന്നെ കാശിരാജാവിൻ്റെ പല്ല് അടിച്ച് കളഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് ഭാഗവതത്തിൽ തന്നെ. മറ്റൊരു സ്ഥലത്ത് അത് ദശമസ്കന്ധത്തിലാണ്. 10 പദം കൊണ്ടാണ് ഭഗവാനെ പിടിച്ചു നിർത്താൻ സാധിച്ചത്. അതിനുശേഷം ഭഗവാനോട് അർജുനൻ ദീർഘനിശ്വാസം ചെയ്തുകൊണ്ട് പറഞ്ഞു, ക്രോധപര്യാകുലേക്ഷണനായ ഭഗവാനോട് പറഞ്ഞു, നിവർത്തസ്വ മഹാബാഹോ നാനൃതം കർത്തുമർഹസി. അല്ലയോ ഭഗവാനെ, അങ്ങ് പിന്തിരിയോ, അങ്ങയുടെ വാക്കുകൾ കള്ളമായി തീരരുത്. കള്ളം പറയുന്ന ആളാണ് കൃഷ്ണൻ എന്നുള്ള ഒരു ദുഷ്പേര് അങ്ങേക്ക് ഉണ്ടാകരുത്. എന്തുകൊണ്ട്? യത്വയാ കഥിതം പൂർവം ന യോത്സ്യാമീതി കേശവ. ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് മുമ്പ് അങ്ങ് പറഞ്ഞു. മിഥ്യാവാദീതി ലോകാസ്ത്വാം കഥയിഷ്യന്തി മാധവ. ആ ശ്രീകൃഷ്ണനെ, അങ്ങനെ പറഞ്ഞ കൃഷ്ണനെ മിഥ്യാവാദി, കള്ളം പറയുന്നവൻ എന്ന് ഈ ലോകം കുറ്റപ്പെടുത്താൻ പാടില്ല. മമേഷ ഭാര സർവോഹി ഹനിഷ്യാമി പിതാമഹം. പിതാമഹനെ കൊല്ലുക എന്നുള്ളത് എൻ്റെ ഭാരമാണ്. ശപയകേശവ ശസ്ത്രേണ സത്യേന സുഹൃതേന ച. ഞാൻ അങ്ങയുടെ മുന്നിൽ ശപഥം ചെയ്യുന്നു കൃഷ്ണ, ഞാൻ ഈ പിതാമഹനെ കൊന്നുകൊള്ളാം. എൻ്റെ സത്യം കൊണ്ടും എൻ്റെ സുഹൃതങ്ങളെ കൊണ്ടും എനിക്ക് ഭീഷ്മരെ കൊല്ലാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ അല്പം ശാന്തനായിട്ട് തിരിച്ചു വന്ന് തേരിൽ കയറിയത് എന്നാണ്. ഈ ഒരു ചരിത്രപ്രസിദ്ധമായ, ഇതിഹാസ പ്രസിദ്ധമായ ഈ രംഗത്തെയാണ് ഭീഷ്മര് ഇവിടെ സ്തുതിയിൽ തന്നെ കൊല്ലാൻ വേണ്ടി വന്ന ആ ഭഗവാന്റെ ദിവ്യസ്വരൂപത്തെ വർണ്ണിച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ ഈ ശ്ലോകത്തെ കൊണ്ട് വളരെ പ്രസിദ്ധമാണ്. സ്വനിഗമം അപഹായ. നിഗമം എന്ന് വെച്ചാൽ നിശ്ചയം എന്നാണ് അർത്ഥം. ഭഗവാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു. ആയുധം എടുക്കില്ല എന്ന പ്രതിജ്ഞയല്ല, ഭഗവാന്റെ ഒരു നിശ്ചയമായിരുന്നു. ഒരു വാക്ക് ഭഗവാൻ പറഞ്ഞിരുന്നു. അപഹായ, ആ നിശ്ചയത്തെ, സ്വന്തം നിശ്ചയത്തെ മാറ്റിവെച്ചിട്ട് മത് പ്രതിജ്ഞാമൃതം അധികർത്തും, എൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കാനും അധികം സത്യമാക്കാനും വേണ്ടിയിട്ടു എന്നാണ്. മത് പ്രതിജ്ഞ എന്ന് പറഞ്ഞത് ഭീഷ്മരുടെ പ്രതിജ്ഞയാണ്. ഭീഷ്മരുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്നുള്ള പ്രതിജ്ഞയായിരുന്നു. അതുകൊണ്ട് തൻ്റെ പ്രതിജ്ഞ ഭഗവാൻ, അതായത് ഭീഷ്മരുടെ പ്രതിജ്ഞയാണ് കൂടുതൽ പ്രധാനമെന്ന് വരുത്തി തീർക്കാനും അത് സത്യമാക്കാനും വേണ്ടി ഭഗവാൻ ആയുധം ധരിച്ചു എന്നാണ് ഇവിടെ ഭീഷ്മർ പറയുന്നത്. മഹാഭാരതത്തിലാണെങ്കിൽ ഭഗവാൻ ചക്രം എടുത്തു എന്ന് പറയുന്നില്ല. അതിന് ഒരു കയ്യിൽ ആ ചമ്മട്ടി, കുതിരയെ അടിക്കാനുള്ള ചാട്ടവാറും മറുകൈ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഭീഷ്മരുടെ നേരെ ചാടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഭീഷ്മർ പറയുന്നത് ഭഗവാൻ ചക്രം കയ്യിലെടുത്തിട്ടാണ് വന്നത്. രഥസ്ഥ അവപ്ലുതഃ, രഥത്തിലിരിക്കുന്നവനായ ഭഗവാൻ അവപ്ലുതഃ, താഴോട്ട് ചാടുകയും ധൃതരഥചരണ, രഥചരണം എന്ന് വെച്ചാൽ ചക്രം, അതായത് സുദർശന ചക്രത്തെയാണ് ഇവിടെ രഥചരണം എന്ന് പറയുന്നത്. ഭഗവാന്റെ ആയുധമാണ്, അല്ലാതെ ഭൂമിയിൽ വീണ് കിടക്കുന്ന ചക്രമാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം സഹസ്രനാമത്തിലൊക്കെ തന്നെ രഥാംഗപാണി രക്ഷോഭ്യ എന്ന് ഭഗവാനെ കുറിച്ച് രഥാംഗപാണി, ചക്രത്തിന് രഥാംഗം എന്നുള്ളൊരു പര്യായമുണ്ട്. രഥത്തിൻ്റെ അംഗം, രഥത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഒരു സ്പെയർ പാർട്ട് ആണ് ചക്രം. രഥചക്രത്തിൻ്റെ ആകൃതിയിലാണ് ഭഗവാന്റെ സുദർശന ചക്രം ഉണ്ടായിരുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ചക്രായുധം എടുത്തുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ചലദ്യുഹു എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ, ദാരിന്നിവ പദ്ഭ്യാം സജഗതീം, ഭൂമിയെ പിളർക്കുന്ന രീതിയിൽ കാല് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചലദ്ഗുഹു, ഭൂമി കുലുങ്ങുന്ന രീതിയിൽ എന്നാണ്. ചലദ്ഗുഹു, ചലിക്കുന്ന ഭൂമിയോട് കൂടിയവനായിട്ട്, ഭൂമിയെ ചലിപ്പിച്ചുകൊണ്ട് കുലുക്കിക്കൊണ്ട്. ഗതോത്തരീയ, ഗതമായ ഉത്തരീയത്തോട് കൂടിയവൻ, അതായത് ഭഗവാന്റെ ഉത്തരീയം പാറിപ്പോയി. പാറി അത് അർജുനന്റെ തേർത്തട്ടിലോ മറ്റോ വീണു എന്ന് വേണം ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ അർജുനന്റെ രഥത്തിൽ നിന്നും താൻ ഇറങ്ങുന്ന സമയത്തും തൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അർജുനന്റെ രഥം ഒരുപക്ഷെ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് നശിച്ചു പോയാലോ എന്ന് കരുതിയിട്ടാകാം ഭഗവാൻ ആ ഉത്തരീയം അവിടെ ഉപേക്ഷിച്ചത് എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറയാറുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ഉത്തരീയം മുകളിലോട്ട് പറക്കുന്നതും ഒരു കാഴ്ചയായിരുന്നു, നല്ല കാഴ്ചയായിരുന്നു. ഭഗവാൻ ഒരു സിംഹം ആനയെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത് പോലെ ചാടി വീഴുന്നതും, അപ്പോൾ ഭഗവാന്റെ ഉത്തരീയം പറന്നു പോകുന്നത്, അപ്പോൾ ഭഗവാൻ തൻ്റെ വസ്ത്രത്തെ പോലും മറന്ന്, ക്രോധാവേശം കൊണ്ട് തൻ്റെ ഉത്തരീയത്തെ മറന്നുപോയി. അത് അർജുനനോടുള്ള പരമപ്രീതിയാണ്, ഭീഷ്മരോടുള്ള പ്രതിഷേധവുമാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഭീഷ്മര് ഭഗവാന്റെ ആ ദിവ്യവും അതിഗംഭീരവുമായിട്ടുള്ള ആ ഒരു പോരാടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന ഭഗവാന്റെ സ്വരൂപത്തെ തൻ്റെ മരണസമയത്ത് വളരെ ഭക്തിയോട് കൂടിയിട്ട് വീണ്ടും വീണ്ടും സ്മരിക്കുകയാണ്. ഇതാണ് ഈ മഹാഭാരത കഥയിൽ
ഭീഷ്മരും അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഒരു ഹൃദയബന്ധം എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ ഭീഷ്മരെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താണ് ഉപായം എന്ന് 9-ാം ദിവസം രാത്രിയാകുമ്പോഴേക്കും പാണ്ഡവന്മാർക്ക് വലിയ പരാജയം വന്നപ്പോൾ യുധിഷ്ഠിരാദികൾ ശ്രീകൃഷ്ണനുമായിട്ട് ആലോചന ചെയ്യുന്നു. അർജുനനെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ എന്താകും, നമ്മുടെ യുദ്ധം പരാജയപ്പെട്ട് ഞാൻ കാരണം എൻ്റെ സഹോദരന്മാർ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും യുധിഷ്ഠിരൻ ഭയപ്പെടുന്നു. അപ്പോഴാണ് ഭഗവാൻ പറയുന്ന ഒരു രംഗമുണ്ട്. എന്താണ്? ഹനിഷ്യാമിരണേ ഭീഷ്മം ആഹൃത്യ ആഹൂയ പുരുഷർഷഭം പശ്യതാം ധാത്രാഷ്ട്രാണം യതി നേച്ഛതേ ഫാൽഗുന. അല്ലെ യുധിഷ്ഠിര, അർജുനൻ ഭീഷ്മരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചാൽ മാത്രം മതി. മാം വാ നിയുക്ഷ സൗഹാർദ്ദ ജ്യോത്സ്യേ ഭീഷ്മേണ പാണ്ഡവ. സൗഹാർദ്ദം കൊണ്ട് അങ്ങ് എന്നോട് ആജ്ഞാപിച്ചാൽ അങ്ങയോടുള്ള സൗഹാർദ്ദം കൊണ്ട് ഞാൻ ഭീഷ്മരുമായിട്ട് ഏറ്റുമുട്ടിക്കൊള്ളാം, യുദ്ധം ചെയ്തോളാം. ത്വത്പ്രയുക്തോ മഹാരാജ ഭിന്നഗുര്യാം മഹാഹവേ. അല്ലയോ മഹാരാജാവേ, അങ്ങ് എന്നെ നിയോഗിക്കുകയാണെങ്കിൽ എനിക്ക് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ളത്? എൻ്റെ പ്രതിജ്ഞയൊന്നും എനിക്ക് വലിയ കാര്യമല്ല. എൻ്റെ ഭക്തന്മാർക്ക് ആപത്തില്ലാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. അതാണ് എൻ്റെ പ്രതിജ്ഞ, അതാണ് വലിയ പ്രതിജ്ഞ. മറ്റേത് ആയുധമെടുക്കല എന്നുള്ളത് തുച്ഛമായ ഒരു പ്രതിജ്ഞ മാത്രമാണ്. ആ പ്രതിജ്ഞ ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് ഭീഷ്മരുമായിട്ട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഹനിഷ്യാമി രണേ ഭീഷ്മം ആഹൂയ പുരുഷർഷഭം പശ്യതാം ധാസ്തരാഷ്ട്രാണാം ഇതി നെച്ഛതി ഫാൽഗുന. അർജുനൻ അദ്ദേഹത്തെ കൊല്ലാൻ തയ്യാറാകുന്നില്ലെങ്കിൽ യുദ്ധത്തിൽ ഞാൻ ഭീഷ്മരോട് നേരിട്ട് അദ്ദേഹത്തെ കൊല്ലും. ധൃതരാഷ്ട്രപുത്രന്മാർ നോക്കി നിൽക്കെ ആ ഭീഷ്മരുടെ കഥ ഞാൻ കഴിക്കും. യതി ഭീഷ്മേ ഹതേ വീരേ ജയം പശ്യസി പാണ്ഡവ ഹന്താസ്മേകരഥേനാദ്യ കുരുവൃദ്ധം പിതാമഹം. ഭീഷ്മർ മരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജയം ഉണ്ടാവുകയുള്ളൂ എന്നാണെങ്കിൽ ഞാൻ ഏകരഥനായിട്ട് ഭീഷ്മരുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഭീഷ്മരെ കൊല്ലുന്നതാണ്, യാതൊരു സംശയവുമില്ല. പശ്യമേ വിക്രമം രാജൻ മഹേന്ദ്രസേവ സംയുഗേ. സാക്ഷാത് ദേവേന്ദ്രൻ കാണിക്കുന്ന പരാക്രമം ഞാൻ യുദ്ധത്തിൽ കാണിക്കുന്നത് അങ്ങ് കണ്ടുകൊള്ളൂ. വിമുഞ്ചന്തം മഹാസ്ത്രാണി പാതയിഷ്യാമിതം രഥാത്. എൻ്റെ മഹാസ്ത്രങ്ങളെ കൊണ്ട് ആ ഭീഷ്മരെ ഞാൻ രഥത്തിൽ നിന്നും താഴെ വീഴ്ത്തുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്? ഭഗവാൻ പറയുന്നു, യശത്രു പാണ്ഡുപുത്രാണം മച്ഛത്രുസ്തന സംശയ. പാണ്ഡുപുത്രന്മാരുടെ ശത്രു ആരാണോ അയാൾ എൻ്റെയും ശത്രുവാണ്. മദർത്ഥ ഭവതീയായേ ഏ മതിയാസ്തവൈവതേ. അങ്ങയുടെ ആളുകളൊക്കെ എനിക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അതുപോലെ എൻ്റെ ആളുകൾ അങ്ങയ്ക്ക് വേണ്ടിയിട്ടും ജീവിതം ബലിയർപ്പിക്കാൻ തയ്യാറാണ്. ഞാനും അങ്ങയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ടാണ്? അത് കേവലം അങ്ങയോട് മാത്രമല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, എനിക്ക് അർജുനനോടുള്ള പ്രത്യേകമായ സ്നേഹം കൊണ്ടുകൂടിയാണ്. മാംസാൻ ഉത്കൃത്യ ദാസ്യാമി ഫാൽഗുനാർത്ഥേ മഹീപതേ. അല്ലയോ രാജാവേ, അതുകൊണ്ട് ഞാൻ അർജുനന് വേണ്ടി എൻ്റെ മാംസത്തെ വേണമെങ്കിൽ ആ റുത്തെടുത്തിട്ട് ദാനം ചെയ്യാൻ തയ്യാറാണ് അർജുനന് വേണ്ടിയിട്ട്. അതുകൊണ്ട് യേഷജാപി നരവ്യാഘ്രോ മത്കൃതേ ജീവിതം ചെയ്യൽ. അതുപോലെ ഈ അർജുനനും എനിക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. യേഷണ സമയസ്ഥാത താരയേമ പരസ്പരം. ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രതിജ്ഞയുണ്ട്. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജീവൻ ഉപേക്ഷിക്കുമെന്ന് ഞങ്ങൾ പണ്ട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എവിടെ വെച്ചാണ്? ഉപപ്ലാവ്യം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഞങ്ങളത് പ്രതിജ്ഞ ചെയ്തത്. ചെറുപ്പത്തിലാണ്. ആ പ്രതിജ്ഞ ഞാൻ നിർവഹിക്കാൻ ഏത് സമയവും തയ്യാറാണ്. അർജുനന് വേണ്ടി ഞാൻ ജീവൻ പോലും കളയാൻ തയ്യാറാണ്. അതുകൊണ്ട് സമാം നിയുക്ഷു രാജേന്ദ്ര യഥാ യോദ്ധാഭവാമ്യഹം. അതുകൊണ്ട് അങ്ങ് എന്നെ നിയോഗിക്കുക, ഞാൻ ഒരു യോദ്ധാവായിട്ട് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുക്കാം. പ്രതിജ്ഞാതം ഉപപ്ലവേ യത്തത് പാർത്ഥേന പൂർവത ഘാതയിഷ്യാമി ഗാംഗേയമിതി ലോകസ്യ സന്നിധവും പരിരക്ഷമിതം താപത് വച പാർത്ഥസ്യ ധീമത. അർജുനന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അർജുനന് വേണ്ടി യുദ്ധം ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ ഭഗവാൻ തൻ്റെ പ്രതിജ്ഞയെ ഒരു പുല്ലുവില മാത്രമേ കൊടുത്തിട്ടുള്ളൂ, തൻ്റെ നിശ്ചയത്തെ. കാരണം എന്താണ്? അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുക, ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ പരമപ്രധാനമായ ദൗത്യമായിട്ട് അദ്ദേഹം കരുതിയിരുന്നു. അതിന് അർജുനനും അതുപോലെ മറ്റ് പാണ്ഡവന്മാരും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏറ്റവും ശക്തമായ ആയുധങ്ങളാണ്. അവർക്ക് വേണ്ടി ഭഗവാൻ എന്തും ചെയ്യാൻ, എന്തും ഉപേക്ഷിക്കാനും, ജീവൻ പോലും ഉപേക്ഷിക്കുന്ന ആളിന് പിന്നെ പ്രതിജ്ഞ ഉപേക്ഷിക്കാനാണോ പ്രയാസം എന്നാണ് ഭഗവാന്റെ വാക്കുകളിലൂടെ മഹാഭാരതം നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ട് ആ ഭീഷ്മരെ വധിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്
ശ്രീകൃഷ്ണൻ മുന്നോട്ട് വന്നത് കേവലം അദ്ദേഹത്തിന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ കൂടി വേണ്ടി മാത്രമായിരുന്നില്ല. അർജുനനോടും പാണ്ഡവരോടുള്ള സ്നേഹം കൊണ്ടാണ്, ധർമ്മരക്ഷണത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കർത്തവ്യ ബോധം കൂടിയാണ് അത് കാണിക്കുന്നത്. അങ്ങനെ തൻ്റെ നേരെ ചാടി വരുന്ന ആ ഭഗവാൻ തനിക്ക് രക്ഷയായിട്ട് വരട്ടെ എന്നാണ് ഭീഷ്മർ പറയുന്നത്. സ്വനിഗമം അപഹായ, തൻ്റെ നിശ്ചയത്തെ മാറ്റിവെച്ചിട്ട് മത്പ്രതിജ്ഞാം മൃതം അധികർത്തും, എൻ്റെ പ്രതിജ്ഞയെ അധികമാക്കി തീർക്കാനും അതിനെ സത്യമാക്കാൻ വേണ്ടിയിട്ടും രഥത്തിലിരിക്കുന്ന ഭഗവാൻ പുറത്തേക്ക് ചാടുകയും ചക്രം ധരിക്കുകയും ഭൂമിയെ കുലുക്കുന്ന രീതിയിൽ, ഉത്തരീയം പാറിപ്പറന്നു പോകുന്ന രീതിയിൽ, ഇഭം ഹന്തും ഹരിഹി ഇവ, ആനയെ കൊല്ലാൻ വേണ്ടിയിട്ട് സിംഹം വരുന്നത് പോലെ അഭ്യയാത് എതിരിട്ട് വന്നു, നേർക്കുനേർ എനിക്ക് നേരെ വന്നു. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഭീഷ്മർ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. തുടർന്നും ഭീഷ്മരുടെ പാർത്ഥസാരഥിയായ ഭഗവാന്റെ വർണ്ണന തുടരുന്നുണ്ട്. അതുപോലെ ഭഗവാന്റെ ജീവിതത്തിലെ മറ്റ് ചില മഹത്തായ ചില മുഹൂർത്തങ്ങളെ ഭീഷ്മർ തൻ്റെ ഹൃദയമാകുന്ന ആ ക്യാമറ കൊണ്ട് എങ്ങനെയാണ് ഒപ്പിയെടുത്തത് എന്നുള്ളതും തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ആ ശ്ലോകങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണായ നമഃ.